കേരളത്തിലെ അയ്യപ്പ ഭക്തർ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ശങ്കർദാസിനെ പിടികൂടുന്നില്ല. അവസാനം അത് കോടതിക്ക് തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വന്നു. എന്താ, പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണോ ഈ സംരക്ഷണമെന്ന്? ഈ ഇടക്കാലത്ത് വല്ല അറസ്റ്റ് ഉണ്ടാകുമോ? കാരണം അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ കോടതിയിൽ തന്നെ ഹാജരാക്കിയിരുന്നു. അങ്ങ് ഉറങ്ങിക്കോളും. അതെ, വലിയ ക്ഷീണിച്ച് ICUയിൽ ഗുരുതരാവസ്ഥയിലെന്നാണ് പ്രതിഭാഗം പറയുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്ക് ഓർമ്മ വരുന്നത് 80കളിൽ ശ്രീ കെ കരുണാകരൻ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 80കളിൽ 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് കെ കരുണാകരൻ അധികാരത്തിൽ വരികയും രാജൻ കേസിനെ പറ്റിയിട്ട് സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അസത്യമുണ്ടെന്ന് കാണുകയും അങ്ങനെ കരിങ്കാലി കരുണാകരനെയും ആ മന്ത്രിസഭയും വലിച്ച് താഴെയിട്ട സഹാക്കളാണ് ഇപ്പം ഭരിക്കുന്നത്. ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ ഉപയോഗിച്ച വാക്ക് എന്ത് അസംബന്ധം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. എന്ത് അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത്, ഈ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് ചോദിക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഒരു 10-1 പരാമർശം ഏതെങ്കിലും UDF ഗവൺമെൻറ്റിനെ പറ്റിയിട്ടായിരുന്നു വന്നിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുകയും സഹാക്കളെ കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ 4 ചുറ്റും മലവിസർജനം നടത്തി ജയിക്കുമായിരുന്നു പിണറായി വിജയൻ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്, നമ്മൾ കോട്ടയം പുഷ്പരാജിൻ്റെ നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള കഥകൾ അനുസ്മരിക്കുന്ന രീതിയിലാണ് നമ്മൾ പൂങ്കുഴലി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥ മാസങ്ങളോളമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരുകയും അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വേഷം മാറി പോലീസുകാരെ താമസിപ്പിക്കുകയും രാത്രി 12:15 അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നാടകങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അപസർപ്പക വീരന്മാരെയും വീരികളെയൊക്കെ SITയിൽ കയറ്റിയിരുന്നെങ്കിൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒന്നും നടക്കില്ല. കാര്യം കേരളത്തിൽ ലോകത്ത് വെനിസ്വേലയിലുള്ള പ്രശ്നത്തിലും ഉക്രൈനിലുള്ള പ്രശ്നത്തിലും ഒക്കെ രോഷം കൊള്ളുന്നതാണ് ശ്രീ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിക്കാരനാണ് ഈ കുറ്റാരോപിതനായ, അത് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളെ കോമഡി ഗോവിന്ദൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറ്റാരോപിതനായ ആൾ കിടക്കയിൽ കിടക്കുന്നത് 3 മാസമായിട്ട് അയാൾ കിടക്കയിലാണ്. രസം നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് 90 ദിവസം കഴിയും. അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാൻ സർക്കാർ കഴിയാത്ത ഈ SITയെ എന്തിന് ഹൈക്കോടതി ചുമക്കുന്നു എന്നാണ് സുപ്രീം കോടതി ചോദിക്കാൻ പോകുന്നത്. സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ശങ്കർദാസിൻ്റെ തന്നെ ഹർജി പരിഗണിക്കുമ്പോഴത്തേക്ക് അവർ ചോദിച്ചാണ്, നിങ്ങൾ ഭഗവാനെ വരെ നിങ്ങൾ വിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അവർ അതിശയം കൊണ്ടുപോയി. അപ്പോൾ ഈ 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഈ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും വലിയ വീഴ്ചയെന്ന് മാത്രമല്ല, ഇവരും കൂടെ കൂട്ടുപ്രതികളാണ് എന്ന് ആൾക്കാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഒരാളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം ജയിലിൽ പാർപ്പിച്ചിട്ട് അയാൾ ചെയ്ത കുറ്റം എന്തെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത അന്വേഷണ സംഘത്തിനെ പറ്റിയിട്ട് നമുക്ക് പരിതപിക്കാനേ പറ്റൂ. തീർച്ചയായിട്ടും അവർ ബെയിൽ ഹർജി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് അല്ല, നാച്ചുറലായിട്ട് അവർക്ക് കിട്ടേണ്ട ജസ്റ്റിസാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം അവർക്ക് കിട്ടുന്ന ലിബറേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾ ഒരാളെ പിടിച്ച് അകത്തിട്ടിട്ട് നിങ്ങൾ ഇത്രയും കാലം എന്താ ചെയ്തിരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കില്ല? അല്ല, കുറ്റപത്രം പൂർണ്ണമായില്ലെങ്കിൽ താൽക്കാലിക കുറ്റപത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അനുബന്ധ കുറ്റപത്രത്തിൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ഓരോരുത്തർക്കായിട്ട് ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അത് കോടതിയുടെ, ഞങ്ങൾക്കൊന്നും അത് അനക്കറിയില്ല, അത് കോടതിയാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ 90 ദിവസം ആകാൻ വേണ്ടിയിട്ട് SIT കാത്തിരിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഇതുവരെ പ്രധാനപ്പെട്ട തന്ത്രി അറസ്റ്റ് ചെയ്തു. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും പറയുന്ന കാര്യം, തന്ത്രി എന്ന് പറയുന്ന ആൾ പടിത്തരം മാത്രം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്നാൽ മാസം തോറും കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ശാന്തിമാരാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഈ തന്ത്രി പൂജ മറ്റു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്നാൽ വിശേഷ പൂജകളും ചൈതന്യ പൂജകളും മാത്രം നോക്കേണ്ട ആളാണ് തന്ത്രി ദിവസവും സന്നിധാനത്ത് വന്നിരിക്കുകയും പിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടും അദ്ദേഹം ഒരു ദിവസം പോലും മുടങ്ങാതെ തന്ത്രിയുടെ ഓഫീസിൽ വന്നിരിക്കുകയും ഭക്തന്മാർക്ക് കൈയും കാലും ഒക്കെ കാണിച്ച് പൈസ കൊടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വർണവും കൊടുത്ത് അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇന്നലെ ചിലർ വെള്ള പൂശാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റിട്ടയർഡായിട്ടുള്ള ഒരു SP പറയുന്നത് ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ വകുപ്പില്ല എന്നാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് പറയുന്നില്ല, ഇനി ആരെയും പൈസ വാങ്ങിച്ചിട്ടാണെന്ന് പറയില്ല. അദ്ദേഹത്തിന് പറയേണ്ടത്
CRPC IPCയിൽ മറ്റ് ചില വകുപ്പുകൾ കൂടെ ഉണ്ട്. ആ വകുപ്പുകൾ അബറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള വകുപ്പുകളാണ്. ഇപ്പോൾ ഒരാൾ അമ്പലത്തിൽ നിന്ന് സ്വർണം മോട്ടിച്ചുകൊണ്ട് പോകുന്നു, ഇയാൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു, കണ്ടുകൊണ്ട് നിന്നയാൾക്ക് കുറ്റമല്ല എന്നാണ് പറയുന്നത്. കണ്ടുകൊണ്ട് നിന്നയാൾ അബറ്റിംഗ് ആണ്. അയാൾ ആ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആ കുറ്റകൃത്യത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ റിട്ടയർഡ് SP പറയുന്നത് ഇയാളെ ശിക്ഷിക്കാൻ IPCയിൽ വകുപ്പില്ല, അതുകൊണ്ട് നാളെ രാവിലെ തന്ത്രി തിരിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ അമ്പലത്തിൽ പോകുമെന്നാണ് SP പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ആരെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം നേരത്തെ ശബരിമലയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിറയെ അബദ്ധങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ശബരിമലയെ പറ്റി പറയുമ്പോഴത്തേക്ക് മാത്രം അദ്ദേഹത്തിന് അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തായാലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യങ്ങളാവുന്നില്ല. അവിടെ ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അവിടുത്തെ മേൽശാന്തിയാണ്. കാര്യം മേൽശാന്തിയിലാണ് താക്കോൽ, കീ ഹോൾഡർ എന്ന് പറയുന്ന കീ പേഴ്സൺ എന്ന് പറയുന്നത്, ശബരിമലയിലെ കീ പേഴ്സൺ എന്ന് പറയുന്നത് ഇവർ അറസ്റ്റ് ചെയ്തവർ ആരുമല്ല, താക്കോൽ ഉള്ള മേൽശാന്തിയാണ് ഈ കുറ്റകൃത്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആദ്യത്തെ വ്യക്തി. അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്തത് പോലുമില്ല. തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എനിക്ക് തോന്നുന്നത് 1 സുപ്രീം കോടതിയുടെ വിമർശനങ്ങൾക്ക് വഴങ്ങിയിട്ടാവണം, 2 ജയശ്രീ കൊടുത്തേക്കുന്ന മൊഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇവരിൽ നിന്ന് ആരിൽ നിന്നും 164 പ്രകാരമുള്ള കോടതിയിൽ ഹാജരാക്കി ആരിൽ നിന്നും ഇതുവരെ മൊഴി വാങ്ങിയിട്ടില്ല. മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്ന മൊഴിക്ക് മാത്രമേ സാങ്ക്ടിറ്റി ഉള്ളൂ. അതെന്താ ഈ 90 ദിവസമായിട്ട് ഇവർ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് ഇതിനകത്ത് അപ്രൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്രൂവർ ആവാനുള്ള അവസരം കൊടുക്കാത്തത്? ഈ തന്ത്രി തന്നെ അപ്രൂവർ ആയി കഴിഞ്ഞാലും മതി. തന്ത്രിക്ക് മറ്റ് ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്രൂവർ ആയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇത് ഏറ്റവും നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളത് CPIയുടെ ബിനോയ് വിശ്വത്തിൻ്റെ മൗനം. ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. ശബരിമല എന്നുള്ള ഒരു അമ്പലം ഉള്ളതായിട്ടോ അവിടെ സ്വർണ്ണക്കൊള്ള നടന്നതായിട്ടോ ആ ബോർഡിൽ ശങ്കരദാസ് എന്ന് പറയുന്നുള്ള അംഗം ഉള്ളതായിട്ടോ ഒന്നും CPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവരെ ചൊറിയാതിരിക്കാൻ വേണ്ടി വലിയേട്ടൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയേട്ടനും ചെറിയേട്ടനും കൂടെ ഇതെല്ലാം കൂടെ അല്ല, അത് വഴിതിരിച്ചുവിടാനാണോ ഈ PM ശ്രീ വിവാദം? PM ശ്രീ വിവാദം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളും അജണ്ടകളും ഉണ്ട്. കാര്യം പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടം സംഭാവന ചെയ്ത ആളാണ് ശങ്കരദാസ്. അദ്ദേഹത്തിന് ഏതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി എങ്ങനെ നൽകി കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് പൊതുമാധ്യമങ്ങളിൽ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന ഒരു പാർട്ടിയാണ് CPI എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യമായി. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഈ ശബരിമലയിലെ കൊള്ളയെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഈ ശബരിമലയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുകുമാരൻ നായർ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. NSSൻ്റെ വെള്ളാപ്പള്ളി ബാക്കി എല്ലാത്തിനെ പറ്റി പറയും, മലപ്പുറത്തെ പറ്റി പറയും, മുസ്ലിങ്ങളെ പറ്റി പറയും, സ്കൂൾ കിട്ടാത്തതിനെ പറ്റി പറയും, അയിത്തത്തെ പറ്റി പറയും. പക്ഷേ ശബരിമലയെ പറ്റിയിട്ടൊന്നും പറയരുത്. ഉണ്ട് സിനിമയെ പറയുന്ന പോലെ ക്യൂബയെ പറ്റിയിട്ടൊന്നും പറയില്ല, ശബരിമലയെ പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല. അത് തന്നെയാണ് CPIയുടെ നയവും. RSP പോലുള്ള കൊച്ചു കൊച്ചു കക്ഷികൾ അവിടെ കിടപ്പുണ്ട്. പിന്നെ ശബരിമലയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന വേറൊരു മന്ത്രി അവിടെ അകത്തുണ്ട്, സിനിമാ നടനും കൂടെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ശബരിമലയുടെ കാര്യത്തിൽ മൗനം ദീക്ഷിക്കുന്നതിന് കാരണം ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരുടെ പങ്ക് പുറത്തു വരും എന്നുള്ള ഭയത്തിലാണ് ഇവരെല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക്. ഇവർക്കൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തിത്വം ആരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.